രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് ശശി തരൂർ ഈ പറയുന്ന ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫോറിൻ കൺട്രീസിലോട്ട് പോയി സംസാരിക്കുന്ന ഒരു കേസിനകത്ത് നിങ്ങൾ മിസ്സാവുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിവിടെ പാർലമെൻറ്റിലും അവിടെ കിടന്ന് ഗുസ്തി കാണിക്കുന്ന ഇംഗ്ലീഷ് പറയുന്നതൊക്കെ പലരും പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട. ഇത് നമ്മൾ സായിപ്പന്മാരുടെ അടുത്താണ് പോയി പറയേണ്ടുന്നത്, പ്രത്യേകിച്ച് US UK അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ മിസ്സാക്കിയ ഒരു വലിയൊരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. അവിടെ പോയി എന്ത് സംസാരിക്കണം, ആർക്കെങ്കിലും മനസ്സിലാവും. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പറയുന്നുണ്ട് കാര്യമില്ല, മനസ്സിലാവുന്നുണ്ടോ? അപ്പം സായിപ്പന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കണം, അല്ല ഇംഗ്ലീഷ് വാക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം യൂറോപ്പിലാണെങ്കിൽ വലിയ വിഷയമില്ല. എന്തുവാ, അവരും അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല, അതുകൊണ്ട് എന്തുവാ അവരും നമ്മളെപ്പോലെ പഠിച്ച് വരുന്നവരാണ്. അവിടെയെല്ലാം പോയി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ US UK അതല്ല, അവരുടെ നേറ്റീവ് ലാംഗ്വേജ് അതാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ ഇംഗ്ലീഷ് അറിയുക അല്ലെങ്കിൽ ഇതിനകത്ത് എക്സ്പീരിയൻസ് വേറെ ഘടകം. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടുന്ന ഒരു ഒറ്റ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് ആക്സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവത്ത പോലുമില്ല സംസാരിച്ച് കഴിഞ്ഞാൽ. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ കൊച്ചു പിള്ളേരുടെ ഒരു നേച്ചറുള്ള രാഹുൽ ഗാന്ധി ആ തരൂരിനെ അതിനകത്ത് ആ ലിസ്റ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പം എന്ത് ബാലിശമായിട്ടുള്ളൊരു രീതി തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അത്രയും പക്വതയില്ലാത്ത ഒരു ടീമിൻ്റെ കൂടെ ശശി തരൂരിനെ പോലുള്ള ഒരാൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചോട്ടോ. അത് നമ്മൾ ചിന്തിക്കണം, മനസ്സിലായി? ഇപ്പം നമ്മളൊരു ഒരു ടീമിനകത്ത് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു ബോധവുമില്ലാത്ത ഒരാൾ അല്ലെ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളിനെ നമുക്ക് കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും വളരെ സിമ്പിളായിട്ട്. അതിന് നമ്മൾ വിചാരിക്കുക അവർ ഫോളോ ചെയ്യത്തില്ല, ഒരിക്കലും ഫോളോ ചെയ്യത്തില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് വേൾഡ് സ്റ്റേജിൽ പോയി സംസാരിക്കണമെങ്കിൽ അവിടെ ലാംഗ്വേജ് അറിയണം, എസ്പെഷ്യലി US ആൻഡ് UK. അല്ലാതെ വേറെ ഏതെങ്കിലും ഈ പറയുന്ന കണക്ക് ടീമുകൾ പോയിട്ട് ഒരു കഥയില്ല ഇവിടെ. അത് ആദ്യം മനസ്സിലാക്കുക. അതാണ് അവിടുത്തെ പോയിന്റ്. സംസാരിക്കാൻ അറിയണം ഇംഗ്ലീഷ്. ദാറ്റ്സ് ഓൾ.